പൈസ വേണം. അതാണ് തെറിവിളി കേട്ടിട്ടും സബ്സ്ക്രിപ്ഷനുമായി മുന്നോട്ട് പോയത്. കിച്ചു ഇതുവരെ വിളിച്ചിട്ടില്ല. മനസ്സ് തുറന്ന് രേണുസുതി. കഴിഞ്ഞ 3 വർഷമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ആളാണ് രേണുസുതി. പഴികൾ കേട്ടിട്ടും അവർ അവരുടേതായ ജീവിതവുമായി മുന്നോട്ട് പോയി. ഇതിനിടെയാണ് രേണുവിന് ക്യാൻസർ എന്ന വിവരം പുറത്തു വരുന്നത്. ഊഹാപോഹങ്ങളാണ് പറഞ്ഞതെങ്കിലും ഒടുവിൽ അക്കാര്യം കഴിഞ്ഞ ദിവസം രേണു സ്ഥിരീകരിക്കുകയും ചെയ്തു. 15ാം വയസ്സിൽ വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. ചികിത്സയ്ക്കായി തനിക്ക് പണം ആവശ്യമാണെന്നും അതിനാണ് താൻ ഈ തെറിവിളികളൊക്കെ കേട്ട് സബ്സ്ക്രിപ്ഷനുമായി മുന്നോട്ട് പോയതെന്നും താരം പറയുന്നു. ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ പോയത്. സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ്. തെറിവിളികൾ കേട്ടിട്ടും അതൊന്നും കളയാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ച് ഇക്കാര്യം അറിഞ്ഞതിന് ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് തുടക്കം സമയമായിരുന്നു അത്. എന്തെങ്കിലും ചികിത്സ ആവശ്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. വീട്ടുകാരോട് എത്ര നാൾ മറച്ചു വെക്കും? എന്തായാലും ആവശ്യം വരും. അന്ന് നമുക്കൊന്നും ആരും കൊണ്ടുതരാനില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ ആയാലും യൂട്യൂബ് ആയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വരുമാനമാണ്. പിന്നെ ആൽബങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചു. ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ഞാൻ ഡൗൺ ആകില്ല. ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്നായിരുന്നു രേണുസുധീൻ്റെ വാക്കുകൾ. വിവരം അറിഞ്ഞിട്ടും കിച്ചു ഇതുവരെയും തന്നെ വിളിച്ചിട്ടില്ലെന്നും രേണു തുറന്നു പറഞ്ഞു. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാനും വിളിച്ചിട്ടില്ല. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഋതപ്പനെ പുറത്തു കൊണ്ടുപോകണമെന്ന് പറയാൻ വിളിച്ചു. അറിഞ്ഞോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. സത്യമാണോ എന്ന് പോലും അവനെ വിളിച്ച് ചോദിച്ചില്ല എന്നാണ് രേണു പറയുന്നത്. എനിക്ക് ജീവിക്കണം. നന്നായി തന്നെ കുറച്ച് നാൾ കൂടി ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്. അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്. ഞാൻ അതിനെ കീഴ്പ്പെടുത്തണം. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കും എന്നും രേണുസുതി കൂട്ടിച്ചേർത്തു.